കൊച്ചി പുതുക്കലവട്ടത്ത് കുടുംബവുമൊത്ത് വാടകയ്ക്ക് താമസിക്കുന്ന മലപ്പുറം സ്വദേശി മുഹമ്മദ് നിഷാദിനെ തിരക്കി പുലർച്ചെയാണ് പോലീസ് സംഘം വീട്ടിലെത്തിയത്. വീട്ടുടമയെ വിവരമറിയിച്ച് ഫ്യൂസ് ഓഫാക്കി അവർ പുറത്ത് കാത്തുനിന്നു. വൈദ്യുതി പോയ സമയം വീടിന് പുറത്തിറങ്ങിയ മുഹമ്മദ് നിഷാദിനെ ഡാൻസ് ഓഫും നർക്കോട്ടിക്സ് ടീമും ചേർന്ന് കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് വീട്ടിൽ കയറി പരിശോധന നടത്തിയപ്പോൾ 500 ഗ്രാമിലധികം വരുന്ന MDMA കണ്ടെടുക്കുകയായിരുന്നു. ഒപ്പം പണവും പിടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടെടുത്ത ലഹരിക്ക് 15 ലക്ഷത്തോളം രൂപ വില വരും. പ്രതി വർഷങ്ങളായി ലഹരി ഉപയോഗിക്കുന്നയാളാണെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇയാൾ ഉൾപ്പെടുന്ന സംഘം പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇതിനിടെ മുഹമ്മദ് നിഷാദിന്റെ ബിസിനസ് പങ്കാളിയായ ഷാജിയെ 47 ഗ്രാം MDMAയുമായി കഴിഞ്ഞ ദിവസം ആലുവ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ നിന്നാണ് മുഹമ്മദ് നിഷാദിന്റെ പക്കൽ ഇത്രയധികം രാസലഹരിയുണ്ടെന്ന സൂചന പോലീസിന് കിട്ടുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് തുടക്കം കുറിച്ചതായി നാർക്കോട്ടിക് കേസി കെ അബ്ദുൾ സലാം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കുടിവെള്ള ബിസിനസ് നടത്തുന്ന ആലുവയിലാണ് എൻ്റെ കുടിവെള്ളത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ആളാണ്. അയാൾ MDMA നേരത്തെ തന്നെ 2008 മുതൽ MDMA ഉപയോഗിക്കുന്ന ആളാണെന്ന് നമുക്ക് അന്വേഷണത്തിൽ വെളിവായിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പ്രതിനെ ചോദ്യം ചെയ്താലാണ് അതിൻ്റെ സോഴ്സും മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ 500 ഗ്രാമിന് 550 ഗ്രാം ഉണ്ട്. നല്ല വലിയ അളവിലുള്ളൊരു ക്യാച്ചാണ്. ഇതിനിടെ പ്രതി അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. അതിനുമേലെ എനിക്ക് കഴിഞ്ഞ ഒരു മാസമായിട്ട് എൻ്റെ ഓഫീസിലും ഇതുപോലെ ഞാനില്ലാത്ത സമയം നോക്കി ഒരുപാട് സാറന്മാർ അവിടെ കയറി ഇറങ്ങുന്നുണ്ട്. ഇത്രയധികം വരുന്ന രാസലഹരിയുമായി തന്നെ ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത് കേസിന് വലിയ ബലം പകരുമെന്ന കണക്കൂട്ടലിലാണ് അന്വേഷണ സംഘം. ഷാജിക്ക് പുറമെ ഇയാളുടെ മറ്റു സുഹൃത്തുക്കളും ലഹരിക്കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി പോലീസ് അറിയിച്ചു. ലഹരി എവിടെ നിന്നെത്തിച്ചു എന്നതടക്കം പരിശോധിക്കുകയാണ്. പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ട്. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.